നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തങ്ങളെ കാണുന്നില്ല. ആയിഷ ഉമ്മയല്ലേ, ലോകത്തുള്ള മുഅ്മിനീങ്ങളാ മുഅ്മിനാത്തുകളായ ഉമ്മമാർക്ക് മാതൃകയല്ലേ സയ്യിദത്തുനാ ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മെല്ലെ അങ്ങ് തപ്പി നോക്കി, എവിടെയാണ് എന്റെ ഹബീബുള്ളത്, എവിടെയാണ് ലോകനേതാവുള്ളത്? കാണുന്നില്ല. ഇറങ്ങി വന്നപ്പോൾ അതേ മദീന മുനവ്വറയിലെ ജന്നത്തുൽ ബഖീഇലാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് തങ്ങൾ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ താനി ജിബ്രീൽ അലൈഹിസ്സലാം, എന്റെ അരികിൽ ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നതേയുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയേ ഹാദിഹി, ഇത് ഏത് രാവാണെന്നറിയുമോ നബിയേ? ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ബറാഅത്തിന്റെ രാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതേ ശഅബാൻ 15ന്റെ രാവാണ് നബിയേ. ഈ രാവിന്റെ പ്രത്യേകത എന്താണ്? വലില്ലാഹി ഉതഖാഉ ഫീഹാ, ഈ ബറാഅത്തിന്റെ രാവിലെ അല്ലാഹു തആല എത്രയോ നരകക്കാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. അതേ ബിഅദദി ശുഊരി ഗനമി കൽബ്, കൽബ് ഗോത്രക്കാരുടെ ആട്ടിന്റെ രോമങ്ങളുടെ എണ്ണമനുസരിച്ച് അല്ലാഹു ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവാണ് നബിയേ. എന്നിട്ടതാ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പക്ഷേ ലാ യൻദുറുല്ലാഹു ഫീഹാ, ആ രാവിലെ, ഇത്രയും മഹത്വമുള്ള രാവിലെ അല്ലാഹു ചില ആളുകളെ പരിഗണിക്കുകയില്ല, അവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുകയില്ല, അവരെ അല്ലാഹു സ്വീകരിക്കുകയില്ല. ആരാണ് ആ വിഭാഗമെന്നറിയുമോ? വിഭാഗത്തെ ഓരോന്നായി എണ്ണിപ്പറയുന്ന കൂട്ടത്തിലെല്ലാം കൂടി ഇപ്പൊ പറയാൻ നേരമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വലാ ഇലാ ഖാത്തിഉർ റഹീം, കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവരില്ലേ? ഓ ഉമ്മമാര്, ചിലപ്പോൾ നിങ്ങൾ കാരണമായി നിങ്ങളെ ഭർത്താക്കന്മാർ അവരെ കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുകയില്ലേ? അവർക്ക് ചിലപ്പോൾ മിണ്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഭാര്യമാരാകുന്ന നിങ്ങളത് ബ്ലോക്ക് ചെയ്ത് വെച്ചില്ലേ? നിങ്ങളെ പേടിച്ചിട്ട് സ്വന്തം കുടുംബത്തോട് മിണ്ടാത്തവരില്ലേ? എന്തിനാണ് ഈ പിടിവാശി ഉമ്മമാര്? എത്ര നാൾക്ക് വേണ്ടിയാണ് ഈ പിടിവാശി ഉമ്മമാര്? ഇപ്പോഴല്ലേ നിങ്ങളെ കൺമുന്നിലൊരു മയ്യത്തിനെ കൊണ്ടുപോയത്? ഓ പുരുഷന്മാർ,